അതാ മോളെ അമ്മയെ നോക്കുന്നു. ഒരു സാധനം ഇല്ല ഇടാ. ഇങ്ങനെ ലേറ്റ് ആന്നമ്മോ. നേരത്തെ എത്തണ്ടേന്ന് ഫോൺ വിളിച്ചിട്ട് അങ്ങ് എടുക്കുന്നില്ല. എന്നാമോ പറ്റിയേ? ഇതൊന്നിങ്ങനെ ഒന്നിനെ പഠിക്കാനൊന്നുമില്ല എനിക്ക്. അല്ലപ്പോ വെറുതെ വന്നിരുന്നു. മറ്റന്നാളെ പരീക്ഷ, നാളെ മറ്റന്നാളെ പരീക്ഷ അല്ലേ? പോയിട്ടൊന്ന് പഠിച്ചട്ടെ. വേഗോ പോയിട്ട് പഠിക്കേ എന്നാ പറയാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ. എല്ലാട്ടും നിങ്ങളൊന്നും വാങ്ങാണ്ട വന്നിന് കൈ വീശിട്ട് എന്തെങ്കിലും വാങ്ങിട്ട് വരാൻ പറഞ്ഞിട്ട് കറി വെക്കാൻ ഒന്നുമില്ലല്ലോ ഇവിടെ. ഇനി എന്തെന്നാ ഈ പറയുന്നത്? സാധനം മേടിക്കും. ഇത് എവിടുന്നാണ് ഈ പൈസ? ഇന്നലെ അവൻ സാധനം മേടിച്ച് മിഞ്ഞാ എല്ലാ ദിവസവും സാധനം മേടിക്കില്ല വിജി. ഇത് കണക്കില്ലേ? ഒരു ഉറുപ്പ്യ കയ്യിലില്ലാണ്ട വന്നിന്. ഓട്ടോ പൈസ നടന്നിട്ടാ ഞാൻ വന്നിന്. നിങ്ങൾക്ക് ഒന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങക്ക് പൈസ ഉണ്ടാവൂല. നിങ്ങളെ സ്വന്തം കാര്യത്തിനെല്ലാം പൈസ ഉണ്ടല്ലോ. നീ എന്നാ പറയുന്നതെല്ലാം എനിക്കറിയാം. പൈസ ഉണ്ടാവില്ലേ? നീ അധികം വർത്താനം പറയണ്ട കേട്ടോ. അവരെ എപ്പോഴത്തെങ്കിലും വന്ന് കേറുമ്പോ തുടങ്ങും. നിന്റെ ഭരണത്തിലൊന്നല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്. ഞാനവള് പഠിക്കുന്നുണ്ടല്ലേ? ദേവൂട്ടി പഠിക്കണ്ടട്ടെ. ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും കളിക്കേ. ചേച്ചി പഠിക്കുന്നുണ്ടാ? നല്ലോണം പഠിക്ക്. അതേ ഭാവിയിൽ ഉണ്ടാവും കേട്ടാ. ആ പഠിക്ക്. വിജി നീ വന്ന ഇതിലൊരു ബേക്കറി സാധനം ഒരു സാധനം എല്ലാം തീർത്തിന് നിങ്ങള്. എന്റെ ഒരു ആവശ്യത്തിനൊരു സാധനം ഉണ്ടാവില്ല. എന്തൊരു അവസ്ഥയായിട്ട് ഒരു സാധനം ഇടാ. എങ്ങനെയുണ്ടാവാ? എന്നാ വാങ്ങേണ്ട ആൾ ഇങ്ങനത്തെ കുപ്പി മേടിച്ചോടെ കൊണ്ടുവച്ചിട്ട് ഞാൻ നീണ്ട് കുപ്പി മേടിക്കുന്നത് അന്റെ പൈസക്കല്ലേ മേടിച്ചു? എന്റെ പൈസക്കാ? അങ്ങനെ നിങ്ങളെ പൈസക്ക് പിള്ളേർക്കുള്ള സാധനം മേടിച്ചോക്കുണ്ട്. ഞാൻ മേടിച്ചു. ഞാൻ കുപ്പി മേടിക്കുന്നേ ഉള്ളൂ. രാവിലെ തൊട്ട് പണിയെടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോ ഒരു ഇത്ര കുടിക്കുന്ന തെറ്റ് തെറ്റല്ലേ? നിനക്ക് രണ്ട് പെമ്മക്കളല്ലേ? അവരെന്തെല്ലാം കാര്യം നോക്കാനുണ്ട്. ഞാൻ വരിക്കാൻ നിൽക്കണേ. പൊട്ടിച്ചോ കുപ്പി പൊട്ടു. ഇല്ല എണീറ്റ് പോട്. ഇല്ല എനിക്ക് പോകാനാ പറഞ്ഞ അടിച്ച് ചെയ്യുവാനും പണിയെനിക്ക്. നീ പോട്. കുടിച്ച് നശിക്ക്. അത് മക്കൾക്ക് തിന്നാനുണ്ടാക്കാനും മേടിക്കാനും സാധനത്തിന് ഒന്നും പൈസ കയ്യിലില്ല. ഇതിന് മാത്രം കൊറേ പൈസ ഉണ്ടാവും. പോവാ. നമ്മളെ എന്നാ ഓട് പോയിട്ട് പഠിച്ചോ. എന്നാ അമ്മയെ പോലെ എനിക്കും തുടങ്ങണം. അച്ഛനോട് കാര്യം പറയട്ടെ. ഞാൻ വന്നോട്ടെ. മോളിങ് വാ. ഇന്നേ അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? അമ്മേനോട് ഇപ്പൊ അച്ഛൻ ദേഷ്യപ്പെട്ട് എന്തിനാ അച്ഛനറിയാം? അമ്മ കുടിക്കരുതെന്ന് പറഞ്ഞാ. അച്ഛൻ നല്ലതാവാനല്ല അമ്മ പറയുന്നത്. നമ്മളെ എപ്പെങ്കിലും അച്ഛന് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? പണിയിൽ കയറി വരുന്നല്ലേ? അച്ഛൻ കുടിച്ചാ ഈ അച്ഛനല്ല. അച്ഛൻ ഇപ്പൊ തന്നെ ദേഷ്യപ്പെട്ടിട്ടല്ലേ. പിന്നെ അച്ഛൻ കുടിച്ചാൽ എങ്ങനെയാവും നമുക്കെന്നെ അറിയില്ല. അന്ന് അമ്മേനെ പിടിച്ചടിക്കാൻ നോക്കി. 2 പ്രാവശ്യം അടിച്ച്. പിന്നെ വെറുതെ നമ്മളോട് ദേഷ്യപ്പെട്ടു. ആ റോഡ് സൈഡിൽ അച്ഛൻ കുടിച്ചിട്ട് വീണ്ടും എല്ലാരും കളിയാക്കി പോവുകയല്ലേ. അനക്കും ദേവിക്ക് അമ്മക്ക് എത്ര സങ്കടമുണ്ട്. അതല്ല അച്ഛൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കാരാ ചെള്ളേ?
ഞാനേ ആ മോളെ ഇങ്ങ് വാ വിജി ഉം. ആ ഇതുകൊണ്ട് വാ ഒരു കാര്യം പറയാൻ ഈ മക്കള് സത്യം അച്ഛൻ ഇങ്ങോട്ട് പിടിക്കൂല കേട്ടാ മനസ്സിലായ സത്യം സത്യം കേട്ടാ അച്ഛൻ ചെയ്തെല്ലാം മാറും എല്ലാവരും കേട്ടാ സന്തോഷായ T-E-N 10 T-E-N 10 പറഞ്ഞാട്ടെ ആ ആ ആ 10 അടിപൊളി